ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏതൻസ് കിച്ചൺ. ഇന്ന് നമ്മൾ മുട്ടയോ ബീറ്ററോ ഓവനോ ഒന്നും ഇല്ലാതെ എളുപ്പത്തിലൊരു പ്ലം കേക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം പാത്രം നമുക്ക് എണ്ണയോ ബട്ടറോ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. നമുക്ക് കേക്കിന് വേണ്ടിയുള്ള ക്യാരമൽ ഉണ്ടാക്കാം. അതിനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പഞ്ചസാര മെൽറ്റായി തുടങ്ങുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 1/2 കപ്പ് ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഒഴിക്കാനായിട്ട്, ദേഹത്ത് തെറിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് അകന്ന് നിന്ന് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ക്യാരമൽ എല്ലാം മെൽറ്റായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ബ്ലാക്ക് റൈസിൻസും 1/2 കപ്പ് ഗോൾഡൻ റൈസിൻസും 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും ഒരു 8 ഡേറ്റ്സ് ചെറുതായിരിഞ്ഞതും 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ കാഷ്യൂവും 2 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം ഇട്ട് കൊടുക്കാം. ഓറഞ്ചിൻ്റെ പുറഭാഗം മാത്രം പീൽ ചെയ്തെടുത്തത് നമുക്കൊരു 1.5 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ക്യാരമലിലിട്ട് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 75 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റായി ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ട് 250 ml കപ്പിൽ 1/2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇതെല്ലാം കൂടെ ഒരു 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് സാധാരണ പഞ്ചസാര എടുത്താൽ മതി. പഞ്ചസാരയിലേക്ക് ഒരു 5 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം ജാതിക്ക ഇട്ട് കൊടുക്കാം. ഒരു 3 ചെറിയ പീസ് കറുവപ്പട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചുകൊണ്ട് വരാം. പൊടിച്ച പഞ്ചസാരയിലേക്ക് ഒരു 4.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ പൾസ് ബട്ടണിൽ ഒരു 3 പ്രാവശ്യം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 2-3 ബാച്ചായിട്ട് കുറേശ്ശെയിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടെ. തയ്യാറാക്കിയ കേക്ക് ബാറ്ററി ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കുക, അതിലുള്ള എയർ ബബിൾസ് പോകാനായിട്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു ഇഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കാനായിട്ട് വെക്കണം. പാത്രത്തിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഒരു റിങ് മാത്രം വെച്ച് കൊടുത്തിട്ടുള്ളൂ. 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കിയിട്ട് നടുഭാഗം കുത്തി നോക്കുക. എന്തെങ്കിലും സ്റ്റിക്ക് ഉപയോഗിച്ച് ടൂത്ത് പിക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് കുത്തി നോക്കണം. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അത് ബേക്കായി എന്നുള്ളതാണ്. കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ. 2 ദിവസം കഴിഞ്ഞ് കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.